ഒരു കാലത്ത് ഇമ്പോസിബിൾ എന്ന് പറഞ്ഞിരുന്ന ചില കാര്യങ്ങൾ ഇന്ന് പോസിബിൾ ആയിരിക്കുകയാണ് ഫോട്ടോഷോപ്പിലൂടെ. ടെക്നോളജിയുടെ വളർച്ചയും ഫോട്ടോഷോപ്പിനുള്ളിലുള്ള സൗഹൃദപരമായ കുറേ ടൂളുകളുടെ ഉപയോഗ രീതിയും അറിഞ്ഞവരാണ് അന്നത്തെ ഇമ്പോസിബിൾ എന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങളെ ഇന്ന് പോസിബിളായി തീർത്തിരിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തിയിരുന്നത് ഫോട്ടോഷോപ്പിലെ പാച്ച് വർക്ക് ചെയ്യുന്ന ടൂൾ സെക്ഷനിനുള്ളിലുള്ള ഒരു ടൂളിനെ കുറിച്ചായിരുന്നു. അതായത് നമ്മുടെ ടൂൾ ബാറിനകത്തിൽ 1, 2, 3, 4, 5, 6, 7ാമത്തെ സെക്ഷൻ. ഈ 7ാമത്തെ സെക്ഷൻ്റെ അകത്തുള്ള സ്പോട്ട് ഹീലിംഗ് ബ്രഷ് ടൂൾ എന്ന ടൂളിനെ കുറിച്ചായിരുന്നു കഴിഞ്ഞ വീഡിയോ ചെയ്തിരുന്നത്. ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അതിനുള്ളിൽ ഉള്ള രണ്ടാമത്തെ ടൂളിനെ കുറിച്ചുള്ള ടൂൾ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ കൂടി ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. രണ്ടാമത്തെ ടൂളിൻ്റെ പേരാണ് ഹീലിംഗ് ബ്രഷ് ടൂൾ. ആദ്യത്തെ ടൂള് സ്പോട്ട് ഹീലിംഗ് ബ്രഷ് ടൂൾ, ഇത് ഹീലിംഗ് ബ്രഷ് ടൂൾ. അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണ് യൂസ് ചെയ്യണമെന്ന് ചെക്ക് ചെയ്യാം. അതിനായി ഞാനൊരു ഇമേജ് ആദ്യം ഓപ്പൺ ചെയ്യുകയാണ്. നമുക്കൊരു ഇമേജ് എടുക്കാം. ഞാനിങ്ങനെ ഒരു ഇമേജ് ഓപ്പൺ ചെയ്തു. അപ്പോൾ ഈ ഇമേജിൻ്റെ അകത്ത് കാണുമ്പോൾ നിങ്ങൾക്കറിയാം അതിൻ്റെ മുഖത്ത് ഉള്ള മുഖക്കുരുകൾ ഇങ്ങനെ ഉള്ളത് കാണാം. അപ്പോൾ നമുക്ക് ഈ ടൂൾ ഉപയോഗിച്ചിട്ട് ഈ മുഖക്കുരുകൾ എങ്ങനെ റിമൂവ് ചെയ്യാം, അതിനെ അവിടെ പാച്ച് ചെയ്യുന്നതാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ഈ ടൂൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ ടൂൾ ഹീലിംഗ് ബ്രഷ് ടൂൾ സെലക്ട് ചെയ്തു. ഇനി ഇതിൻ്റെ ഇവിടെ നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞായിരുന്നു. ബ്രഷിൻ്റെ സൈസ് ചെറുതാക്കുകയും വലുതാക്കുകയും ചെയ്യുന്നത്, പിന്നെ ബ്രഷിൻ്റെ ഹാർഡ്നെസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത്, സ്പേസിങ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു നോർമൽ സൈസിലേക്ക് ബ്രഷിൻ്റെ സൈസ് മാറ്റിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ടൂൾ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. ഈ ടൂള് വെറുതെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആകില്ല. ഇതിന് മുമ്പത്തെ ടൂള് സ്പോട്ട് ഹീലിംഗ് ബ്രഷ് ടൂള്, അത് വെറുതെ ക്ലിക്ക് ചെയ്താൽ തന്നെ അത് ഓട്ടോമാറ്റിക്കലി അവിടെ റിമൂവ് ആവുന്നതാണ്. പക്ഷേ ഈ ടൂള് അങ്ങനെയല്ല. ഈ ടൂള് നേരെ ഓപ്പോസിറ്റാണ് എൻ്റെ. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വെറുതെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആകില്ല. നമ്മളതിന് ചെയ്യേണ്ടത് കീബോർഡിലെ ഓൾട്ട് കീ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു സ്റ്റാർ പോലെ, ഒരു പ്ലസ് പോലെ അവിടെ വന്നിരിക്കുന്നത് കാണാം. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കുരുവാണ് നമ്മൾ റിമൂവ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ പരിസരത്ത് അതിൻ്റെ ചുറ്റുവട്ടമുള്ള ആ കളറിനെ പിക്ക് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഇവിടെ ഞാനിത് പ്രസ് ചെയ്ത്, അതായത് ഓൾട്ട് പിടിച്ചിട്ട് മൗസിൽ ക്ലിക്ക് ചെയ്ത് എന്നിട്ട് നമ്മളിവിടെ കൊണ്ടുവരുമ്പോൾ തന്നെ അറിയാൻ പറ്റും അവിടെ ഒരു മാറുന്നത് കാണാൻ പറ്റും. അതായത് ഈ സ്കിൻ ടോണിനെയാണ് അവർ ഇവിടുന്ന് പിക്ക് ചെയ്തിട്ട് ഈ പിമ്പിളിൻ്റെ അടുത്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ അവിടെ ഞാൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇത് പോയിരിക്കുന്നത് കാണാം. ഇനി രണ്ടാമത് നമുക്ക് നോക്കാം. അത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പോയി, മൂന്നാമത് പോയി. ഇനി അങ്ങനെ നമുക്ക് മറ്റുള്ള പിമ്പിൾസിനെ നമുക്ക് ഒന്ന് മായ്ച്ചളഞ്ഞ് നോക്കാം. ഞാനിപ്പോൾ ഈ പോർഷനിലാണ് ഞാൻ ഇവിടെ ഈ പോർഷനിൽ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ആ ടോൺ പിക്ക് ചെയ്തിട്ട് നേരെ ഇതിനെ അപ്ലൈ ചെയ്തു. ഇത് അപ്ലൈ ചെയ്തു, ഇവിടെ അപ്ലൈ ചെയ്തു, ഇതും അപ്ലൈ ചെയ്തു. അപ്പോൾ ആ കുരു അവിടെ നിന്ന് മുഖത്തുനിന്ന് പോയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ടൂളാണ്. കാര്യം ഫോട്ടോഷോപ്പിൽ ഇത് വളരെ ഉപകാരമുള്ളൊരു ടൂൾ തന്നെയാണ്. പിന്നെ ഇതിനോട് സാമ്യമായിട്ടുള്ളൊരു ടൂളുണ്ട്, അതാണ് ക്ലോൺ സ്റ്റാമ്പ് ടൂള്. അതിവിടെയാണ് അതിൻ്റെ ഐക്കൺ, ക്ലോൺ സ്റ്റാമ്പ് ടൂള്. ഈ സെക്ഷനിലേക്ക് വരുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞിരിക്കാം. ഇത് ഏകദേശം അതായത് നമ്മുടെ ഹീലിംഗ് ബ്രഷ് ടൂളുമായിട്ട് സമാനമുള്ള ഒരു ടൂളാണ്. പക്ഷേ ക്ലോൺ സ്റ്റാമ്പ് ടൂള് ഹീലിംഗ് ബ്രഷ് ടൂളിനേക്കാളും കുറച്ച് അഡ്വാൻസ്ഡ് ആണ്. അതിൻ്റെ അകത്ത് ഇതിനേലും കുറേ കൂടുതൽ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ പ്രൊഫഷണൽസ് കൂടുതൽ യൂസ് ചെയ്യുന്നത് ക്ലോൺ സ്റ്റാമ്പ് ടൂളാണ്. പിന്നെ ഇതുപോലെയുള്ള ചില ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി, അതായത് ഇപ്പോൾ ഈ കൂടുതൽ പാച്ചൊന്നുമില്ല അങ്ങനെയുള്ള ആവശ്യങ്ങൾ, ഇപ്പോൾ നിസ്സാരമായിട്ടുള്ള പിമ്പിൾസാണ് അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഈ ടൂള് മതി. ഇത് വളരെ ധാരാളമാണ്. അപ്പോൾ ഈ ടൂള് നിങ്ങൾ ചെയ്ത് നോക്കുക. ഇത് വളരെ എളുപ്പമുള്ള ടൂളാണ്.